സിറാത്തുൽ മുസ്തഖീം എന്ന നമ്മുടെ നേരായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പൊരുത്തപ്പെട്ട വഴി മുസ്ലിം ഉമ്മത്തിന്റെ ഈമാൻ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടെ രൂപീകരിക്കപ്പെട്ട സമസ്ത സ്വാഭാവികമായി അപ്പോൾ ഏതൊക്കെയാണ് പഴച്ചുപോയ വഴികൾ എന്ന് ഈ സമുദായത്തെ ബോധ്യപ്പെടുത്തൽ സമസ്തയുടെ ബാധ്യതയാണല്ലോ. അതുകൊണ്ട് തന്നെ ബിദഈ കക്ഷികളോട് അതിശക്തമായ വിയോജിപ്പും അവരുടെ വാദങ്ങളും അവരുടെ പൊള്ളത്തരങ്ങളും ഈ സമുദായത്തിന് ബോധ്യപ്പെടുത്തിയും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മുന്നോട്ട് പോയത്. അതിലൊരു കോംപ്രമൈസും ഇല്ലാത്ത ശക്തമായ നിലപാട്. എന്നാൽ അതോടൊപ്പം തന്നെ പൊതുവായ വിഷയങ്ങളിൽ നമ്മുടെ നേതൃത്വം സുന്നികളും സമസ്തക്കാരും സ്വീകരിക്കേണ്ട നിലപാടുകളും. സത്യത്തിൽ 89 അഭിപ്രായാന്തരങ്ങൾക്ക് പ്രധാനപ്പെട്ട കാരണം അതായിരുന്നല്ലോ. ശൈഖുനാ ശംസുൽ ഉലമ ബിദ്അത്തുകാരുമായി വേദി പങ്കിട്ടു എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ കോഴിക്കോട്ടെ മുതലക്കുളം മൈതാനിയിൽ ശരീഅത്ത് സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഓൾ ഇന്ത്യ പേഴ്സണൽ ലോ ബോർഡിന്റെ പ്രഗത്ഭരായ നേതാക്കൾ ഡൽഹിയിൽ നിന്ന് കടന്നു വന്നപ്പോ അവരോടൊന്നിച്ച് മുതലക്കുളം മൈതാനിയിൽ സമ്മേളനം നടത്തിയതാണ് ബിദ്അത്തുകാരുമായി വേദി പങ്കിട്ടു എന്ന് പറയാൻ പ്രധാനപ്പെട്ട ഒരു കാരണം. പക്ഷെ അന്ന് ശൈഖുനാ ശംസുൽ ഉലമ തന്നെ അതിനെക്കുറിച്ച് പറയാറുണ്ട്, നമ്മൾ നിലകൊണ്ടത് സുന്നത്ത് ജമാഅത്തിന് വേണ്ടിയായിരുന്നു. ശരീഅത്ത് സംരക്ഷണം എന്ന് പറഞ്ഞ സുന്നത്ത് ജമാഅത്തിന്റെ സംരക്ഷണമാണ്. ഇന്ത്യ രാജ്യത്ത് ശരീഅത്ത് ആക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗവൺമെന്റ് അംഗീകരിക്കുന്ന ഭരണഘടനാപരമായി നമ്മുടെ കോടതികളൊക്കെ അംഗീകരിക്കുന്ന മുഹമ്മദൻ ലോ, മുസ്ലിം പേഴ്സണൽ ലോ. ഇന്ത്യയിൽ ശരീഅത്ത് ആക്ട് എന്ന് പറഞ്ഞാൽ മദ്ഹബുകളാണ്. ഷാഫി മദ്ഹബുകാർക്ക് ഷാഫി മദ്ഹബിലെ പരിശുദ്ധമായ കിതാബ് മിൻഹാജ് അടിസ്ഥാനപ്പെടുത്തി, അതേപോലെ ഹനഫികൾക്ക് ഫതാവ ആലംഗീരിയെ അടിസ്ഥാനപ്പെടുത്തി അംഗീകരിക്കപ്പെട്ട മദ്ഹബിന്റെ നിയമങ്ങളാണ് ശരീഅത്ത് ആക്ട് എന്നത്. മദ്ഹബുകളെ അംഗീകരിക്കുന്നവരല്ല ബിദ്അത്തുകാർ, വഹാബികളും ജമാഅത്തെ ഇസ്ലാമിക്കാരും ഒക്കെ. അപ്പൊ ഇവിടെ ശരീഅത്ത് സംരക്ഷണം എന്ന് പറഞ്ഞാൽ മദ്ഹബുകളുടെ സംരക്ഷണമാണ്, എന്ന് പറഞ്ഞ സുന്നത്ത് ജമാഅത്തിന്റെ സംരക്ഷണമാണ്. അതിന് അവരെ പിന്നിൽ നിർത്തി എന്നത് സുന്നത്ത് ജമാഅത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി ബിദ്അത്തുകാരെ കൂടെ കൂട്ടി എന്നതാണ് ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമ ചെയ്ത ദൗത്യം. അതോടൊപ്പം തന്നെ അന്നത്തെ കോഴിക്കോട്ടെ മുതലക്കുളം മൈതാനിയിൽ പങ്കെടുത്ത ആളുകൾക്കറിയാം, ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ അന്നത്തെ ആ യോഗത്തിന്റെ ഉദ്ഘാടകനായിരുന്നു. ബഹുമാനപ്പെട്ട സുലൈമാൻ സേട്ടു സാഹിബ് ആ യോഗത്തിലുണ്ട്, അബുൽ ഹസൻ അലി നദവി സാഹിബുണ്ട്, മുജാഹിദുൽ ഇസ്ലാം ഉണ്ട്. കേരളത്തിലെയും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന പ്രഗത്ഭരായ ഒരുപാട് നേതാക്കളുള്ള വേദിയിൽ ശംസുൽ ഉലമ കടന്നു വരുമ്പോ എല്ലാവരും എഴുന്നേറ്റ് ആദരിച്ച് അന്നത്തെ കോഴിക്കോട്ടെ ഖാദിയായിരുന്ന ബഹുമാനപ്പെട്ട തങ്ങൾ ഉൾപ്പെടെയുള്ളവർ, സമുദായ നേതാക്കളൊക്കെ ശംസുൽ ഉലമയെ എഴുന്നേറ്റ് ബഹുമാനിച്ച് ആദരിച്ച് മുന്നിലെ കസേരയിലിരുത്തി ശംസുൽ ഉലമയെ കൊണ്ട് ആ യോഗം ഉദ്ഘാടനം ചെയ്യിപ്പിക്കുമ്പോ മഹാന്മാരായ പണ്ഡിതന്മാരെയും സാദാത്തുക്കളെയും നേതാക്കളെയും കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കൽ അനാചാരമാണെന്ന് പറഞ്ഞവർ, അവരുടെ കൈപിടിച്ച് മുത്തുന്നത് അത് തെറ്റാണ് എന്ന് പ്രസംഗിച്ച് നടന്നിരുന്ന ആളുകൾ, അവർക്ക് പോലും ശംസുൽ ഉലമ വരുമ്പോ എഴുന്നേറ്റ് നിന്ന് ആദരിക്കേണ്ടി വന്നു, ബഹുമാനിക്കേണ്ടി വന്നു. അവിടെ ഒരിക്കലും സമസ്തയോ സുന്നത്ത് ജമാഅത്തോ അവമതിക്കപ്പെട്ടിട്ടില്ല. അതിൽ ഒരു പൊതുവായ മാനദണ്ഡം ഇവിടെ നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെടുമ്പോ ആ ഒരു തുടർച്ചയാണല്ലോ ഇപ്പോഴും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ആ നിലപാടുമായി മുന്നോട്ട് പോകുന്നത്. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുള്ള കാലഘട്ടത്തിൽ മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ടാക്കി, മുസ്ലിം സൗഹൃദ വേദി ഉണ്ടാക്കി. പല പൊതുവായ വിഷയങ്ങളിലെ ചില മുന്നേറ്റങ്ങൾക്ക് വേണ്ടി, സ്കൂൾ സമയമാറ്റം പോലെ, പാഠപുസ്തകങ്ങളിലെ വിവാദം പോലെ, സമുദായത്തെ ബാധിക്കുന്ന പൊതുവായ ചില വിഷയങ്ങൾ വരുമ്പോ അത് കേരള ഗവൺമെന്റിന്റെ മുന്നിലാണെങ്കിലും കേന്ദ്ര ഗവൺമെന്റിന്റെ മുന്നിലാണെങ്കിലും ചില പ്രധാനപ്പെട്ട ഇഷ്യൂ വരുമ്പോ അതിലൊക്കെ കക്ഷി വ്യത്യാസമില്ലാതെ ഒന്നിച്ചു നിന്ന് സമരം ചെയ്യേണ്ട ഘട്ടങ്ങളിൽ സമരം ചെയ്യാനും ഒന്നിച്ചു നിന്ന് പോരാടേണ്ട ഘട്ടങ്ങളിൽ പോരാട്ടം നടത്താനും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വഴി ശൈഖുനാ ശംസുൽ ഉലമ അന്ന് പഠിപ്പിച്ചതാണ്. അതല്ല ഇന്നും ബഹുമാനപ്പെട്ട സമസ്ത നിലനിർത്തുന്നത്. ഏക സിവിൽ കോഡ് വിഷയത്തിലാണെങ്കിലും പൗരത്വ വിഷയത്തിലാണെങ്കിലും ഒക്കെ ആ മുന്നേറ്റങ്ങൾ നമുക്ക് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കാണാം. മറുവിഭാഗം 1989 വിഘടിച്ചു പോയ ആളുകൾ ഇപ്പോഴും 100% അതിലേക്ക് കടന്നു വരാൻ തയ്യാറായിട്ടില്ല. അതൊരു ലജ്ജാകരമാണ്. പലപ്പോഴും ഈ അടുത്ത കാലഘട്ടം വരെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പൊതുവായ ബോഡികൾ ഉണ്ടാവുമ്പോ അവരിലെ ഉത്തരവാദിത്തപ്പെട്ട പണ്ഡിതന്മാരും അങ്ങോട്ട് വരാറില്ല, ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ പറഞ്ഞയക്കാറില്ല. അവരുടെ ഏതെങ്കിലും സബ് കമ്മിറ്റിയിൽപ്പെട്ട ഏതെങ്കിലും മാഷന്മാരെ മറ്റൊക്കെ പറഞ്ഞയച്ച് നേർച്ചക്കടം കൂട്ടും ഞങ്ങളും വന്നു എന്ന് ബോധ്യപ്പെടുത്താൻ. പക്ഷെ ഇപ്പൊ ചെറിയ മാറ്റങ്ങൾ അവരിലും കണ്ടു തുടങ്ങിയിട്ടുണ്ട്. കാരണം ശൈഖുനാ ശംസുൽ ഉലമയുടെ ദീർഘദൃഷ്ടി അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന് വേണ്ടി ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതോടൊപ്പം പൊതുവായ വിഷയങ്ങളിൽ ദീനിന് വേണ്ടി, സമുദായത്തിന് വേണ്ടി, ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു കാഴ്ചപ്പാട്
ഈ ഉമ്മത്തിന്റെ മുന്നിൽ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ബോധ്യപ്പെടുത്തി. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം ആ കാലഘട്ടത്തിൽ നടത്തിയത് ബഹുമാനപ്പെട്ട സമസ്തയെ മുസ്ലിം ലീഗിന്റെ ആലയിൽ കൊണ്ടുപോയി കെട്ടി ഒരു രാഷ്ട്രീയത്തിന് അടിമവേല ചെയ്യുന്ന രൂപത്തിൽ ഈ സമസ്തയെ കൊണ്ടുപോയി കെട്ടി എന്നൊക്കെയുള്ള ആരോപണങ്ങളാണ്. അന്ന് ശംസുൽ ഉലമ പറഞ്ഞൊരു മറുപടി ഉണ്ട്. സമസ്ത എന്നത് ഏതെങ്കിലും ഒരാലയിൽ കെട്ടാൻ പറ്റുന്നതല്ല, ഒരാലയിൽ ഏത് ആലയിലും ഒതുങ്ങുന്നതല്ല സമസ്ത. സമസ്ത അത്രത്തോളം വളർന്നിട്ടുണ്ട്, വികസിച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ പുതിയ കാലഘട്ടത്തിൽ നമുക്കറിയാം സമസ്തയുടെ നയം എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരോടും, മതവിരുദ്ധമല്ലാത്ത രാഷ്ട്രീയ പാർട്ടിക്കാരോടൊക്കെ ബഹുമാനപ്പെട്ട സമസ്തയുടെ ഒരു കൃത്യമായ നയമുണ്ട്. മതനിഷേധത്തിനെതിരെ, മതനിരാസത്തിനെതിരെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഏത് കാലഘട്ടത്തിലും സ്വീകരിക്കുന്ന ചില ശക്തമായ നിലപാടുകളുണ്ട്. ആ നിലപാടുകളിൽ ഒരിക്കലും മാറ്റം ഉണ്ടായിട്ടില്ല. പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ബിദ്അത്തിനെതിരെയുള്ള ശക്തമായ നിലപാട് കടുപ്പിക്കാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം മതനിഷേധം, മതനിരാസം എന്നതൊക്കെ പൊതുവെ മുസ്ലിം സമുദായത്തിന് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും. നമുക്കറിയാമല്ലോ, ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ശിർക്ക് നടക്കുന്നത്, ലോകത്ത് ഏറ്റവും കൂടുതൽ ശിർക്ക് നടക്കുന്നത് ഇന്ത്യയിലല്ലേ? യഥാർത്ഥത്തിലുള്ള ശിർക്ക് വഹാബികൾ പറയുന്ന ശിർക്കല്ല, മൗദൂദികൾ പറയുന്ന ശിർക്കല്ല. വഹാബികളും മൗദൂദികളും പറയുന്ന ശിർക്ക് എന്താ? നമ്മൾ മൗലിദ് ഓതിയാൽ, ഹദ്ദാദ് ചൊല്ലിയാൽ, സിയാറത്തിന് പോയാൽ, ഖുർആൻ ഓതിയാൽ, യാസീൻ ഓതിയാൽ, ഖത്തപ്പര കെട്ടിയാൽ, കുത്തുബിയ്യത്ത് നടത്തിയാൽ ഇതൊക്കെ ശിർക്കാണ് എന്ന് പറഞ്ഞ് ശിർക്കിനെ മറ്റൊരു വഴിയിലേക്ക് കൊണ്ടുപോയി ബിദ്അത്തുകാര്. ഒറിജിനൽ ശിർക്ക് ഏതാണ്? യഥാർത്ഥത്തിൽ ശിർക്ക് ഏതാ? ഇന്ത്യ രാജ്യത്തല്ല ലോകത്ത് ഏറ്റവും കൂടുതൽ മുശ്രിക്കുകൾ ഉള്ളത്. നമ്മൾ ആക്ഷേപിക്കല്ല. ബഹുദൈവ വിശ്വാസം അത് അവരെ സംബന്ധിച്ചത് അവരുടെ മതവിശ്വാസമാണ്, നമുക്കതിൽ ആക്ഷേപമില്ല. യഥാർത്ഥത്തിലുള്ള ബഹുദൈവ വിശ്വാസം, യഥാർത്ഥത്തിലുള്ള ശിർക്ക്, ആ ശിർക്ക് എന്താണ് എന്ന് മുസ്ലിങ്ങൾക്ക് കൃത്യമായി തിരിച്ചറിയാൻ കഴിയും. അതുകൊണ്ട് തന്നെ നമ്മുടെ നാടുകളിലൊക്കെ മറ്റു മതങ്ങളുടെ പ്രചാരണങ്ങളും അവരുടെ പരിപാടികൾ ഉണ്ടാകുമ്പോൾ ആരെങ്കിലും അങ്ങോട്ട് പോകാറുണ്ടോ? ക്രിസ്ത്യാനികൾ എത്ര കോടിക്കണക്കിന് രൂപ പണം ചെലവഴിച്ച് മലബാർ മേഖലയിലൊക്കെ മിഷണറി പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. അവർ വാരിക്കോരി ചൊരിഞ്ഞും ഒരുപാട് മിഷൻ ഹോസ്പിറ്റലുകൾ ഉണ്ടാക്കിയും സ്കൂളുകൾ ഉണ്ടാക്കിയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയും അവരുടെ യഥാർത്ഥ ലക്ഷ്യം എന്താണ്? ക്രിസ്ത്യൻ മിഷണറി പ്രവർത്തന. എന്തേ മുസ്ലിങ്ങൾ അങ്ങോട്ട് പോകാത്തത്? മുസ്ലിം സമുദായത്തിന് ശിർക്ക് ഏതാണ്, കുഫർ ഏതാണ്, മതനിഷേധം ഏതാണ്, മതനിരാസം ഏതാണ്, മതത്തെ കൈയൊഴിച്ചവർ ആരൊക്കെയാണ് എന്ന് കൃത്യമായ ധാരണയുണ്ട്. അവർ പെട്ടെന്ന് അങ്ങോട്ട് പോകൂല. പക്ഷെ മുസ്ലിം സമുദായം അബദ്ധത്തിൽ ചാടൽ എവിടെയാ? ഒരു വിഭാഗം ആളുകൾ ഖുർആൻ ഓതി വഅദ് പറയാ, ഹദീസ് പറഞ്ഞുകൊണ്ട് വഅദ് പറയാ, ഖുർആൻ ക്ലാസ് എടുക്കുക. അപ്പൊ ഇത് ഖുർആനാണല്ലോ, ഹദീസാണല്ലോ, ദീനാണല്ലോ എന്ന് സംശയിച്ച് സമുദായം അങ്ങനെയുള്ള പിഴച്ച വഴികളിലേക്ക് പോകും. അതുകൊണ്ടാണ് ബിദ്അത്തിനെതിരെ അവരെ അകത്ത് കടന്നാക്രമണം നടത്തി കളിക്കുന്നവരാണ്. അതിനെതിരെയുള്ള നിലപാട് ശൈഖുനാ ശംസുൽ ഉലമയൊക്കെ കടുപ്പിച്ചത്. ആ കടുപ്പിച്ചുള്ള മുന്നേറ്റം കൊണ്ടാണ് ഇന്ന് അൽഹംദുലില്ലാ ഇന്നും വളരെ ഇസ്സത്തോടുകൂടെ നമ്മുടെ പ്രസ്ഥാനം അതിശക്തമായി മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാമല്ലോ, കാസർഗോഡ് ജില്ലക്കാരായ നിങ്ങൾ, പ്രത്യേകിച്ച് ഉമറാക്കളായ നിങ്ങൾ ഏറ്റവും വലിയ സൗഭാഗ്യമുള്ള ആളുകളാണ്. അടുത്ത കൊല്ലം 2026 ഫെബ്രുവരി 4 മുതൽ 8 വരെ ഈ കാസർഗോഡിന്റെ മണ്ണിൽ വരക്കൽ മുല്ലക്കോയ തങ്ങൾ നഗരിൽ നടക്കാനിരിക്കുന്ന ലോകത്തെ തന്നെ ഒരു അത്ഭുതകരമായ ഒരു മഹാസമ്മേളനത്തെ കാത്തിരിക്കുകയാണ് നമ്മളൊക്കെ. അള്ളാഹു കൺകുളിർക്ക കാണാനും ആ പ്രസ്ഥാനത്തിനും സമ്മേളനത്തിനും ഖിദ്മത്ത് ചെയ്യാനും നമുക്കൊക്കെ ആരോഗ്യവും ആഫിയത്തും ദീർഘായുസ്സും പ്രദാനം ചെയ്യട്ടെ. 100ാം വാർഷികം എന്തായാലും ഒരു ടേണിംഗ് പോയിന്റ് ആണല്ലോ. അതിനുവേണ്ടി ആതിഥ്യമരുളാനും, അതിനുവേണ്ടി വേദി ഒരുക്കാനും, അതിനുവേണ്ടി പണം ചെലവഴിക്കാനും, അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യാനും ലക്ഷക്കണക്കിന് ആളുകൾ ഇങ്ങോട്ട് കടന്നു വരുമ്പോ അവരെ സ്വീകരിക്കാനുള്ള സൗഭാഗ്യം ഉണ്ടാവുക. ഞാൻ പറഞ്ഞു വന്നത് സമസ്ത ശക്തിപ്പെടുകയാണ്. ഓരോ മാസവും വിദ്യാഭ്യാസ ബോർഡിന്റെ യോഗം ചേരുമ്പോ 4ഉം 5ഉം ചിലപ്പോൾ 8ഉം 10ഉം മദ്രസകൾ അംഗീകരിക്കാനുണ്ടാകും. ഒരു വെക്കേഷൻ കൊല്ലത്തിലൊരിക്കൽ മാത്രമല്ല, എല്ലാ മാസവും 10,946 മദ്രസകൾ ബഹുമാനപ്പെട്ട സമസ്തയുടെ കീഴിലുണ്ട്. കേരളത്തിലുണ്ട്, കർണാടകയിലുണ്ട്, തമിഴ്നാട്ടിലുണ്ട്, മറ്റുള്ള സംസ്ഥാനങ്ങളിലുണ്ട്. നമുക്കറിയാം, നമ്മുടെ പ്രിയപ്പെട്ട ഹുദവി പണ്ഡിതന്മാർ ഹിന്ദി ബെൽറ്റുകളിൽ ആസാമിലും ഒറീസയിലും ബീഹാറിലും ജാർഖണ്ഡിലും ബംഗാളിലും മഹാരാഷ്ട്രയിലും ഒക്കെ 611 മദ്രസ സമസ്ത അംഗീകരിച്ചത്. 2000-ലേറെ മദ്രസകൾ, മക്തബുകൾ അവരവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ത്യയിലൊട്ടാകെ സമസ്തയുടെ ദീനീയ ദഅവത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സമസ്തയുടെ മുന്നേറ്റം ഒരു പ്രയാണമായി. ഏതാനും ചുരുങ്ങിയ മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ സമസ്ത ഈ ലേണിംഗ് സംവിധാനം കൊണ്ടുവന്നിട്ട്. 27 രാഷ്ട്രങ്ങളിലെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ അതിൽ രജിസ്റ്റർ ചെയ്ത് പഠനം ആരംഭിച്ചു കഴിഞ്ഞു. 27 രാജ്യങ്ങളിൽ. മലയാളികളല്ല, അറബികളുണ്ട്, ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്നുണ്ട്, മറ്റു പല രാജ്യക്കാരുണ്ട്, മലയാളികളുണ്ട്. ലോകത്തെ പലയിടത്തുമുള്ള മറ്റു നാടുകളിലെ ആളുകൾക്ക് പോലും
യഥാർത്ഥ മതവിദ്യാഭ്യാസം നൽകാൻ പറ്റുന്ന പാകത്തിലുള്ള ഒരു ശക്തമായ മുന്നേറ്റം നമ്മുടെ പ്രസ്ഥാനം ബഹുമാനപ്പെട്ട സമസ്ത നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ഉലമാക്കളും ഉമറാക്കളും തമ്മിലുള്ള ബന്ധം. അല ഉലമാ വൽ ഉമറാ, നമ്മുടെ രണ്ട് വിഭാഗത്തിന്റെയും ദൗത്യം ഒന്നാണ്. ഉലമാക്കളുടെയും ഉമറാക്കളുടെയും ജോലി ഒന്നാണ്. അതാരും മറന്നു പോകരുത്. എന്താ ജോലി? ഇവിടെ ദീനിയായ ഇൽമ് നിലനിർത്തുക, ദീനിയായ ആത്മീയത നിലനിർത്തുക, ദീനിയായ ആദർശം നിലനിർത്തുക. ഇൽമ് മാത്രം പോരാ, ആ ഇൽമിന്റെ അടിത്തറയിൽ ആദർശം നിലനിൽക്കണം, ആത്മീയത നിലനിൽക്കണം. ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമയും സമസ്തയുടെ ഉന്നതരായ നേതാക്കളും നമ്മുടെ ലോഗോ പ്രകാശനം ചെയ്തപ്പോ, 100ാം വാർഷികത്തിന്റെ ലോഗോ, ആ ലോഗോയിൽ ഒരുപാട് സന്ദേശങ്ങളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, സമസ്തയുടെ ചരിത്രം ഉദ്ഘോഷിച്ചുകൊണ്ട്, സമസ്തയുടെ ദൗത്യം പറഞ്ഞുകൊണ്ട് ഒരു 3 ഇഴകൾ, പായക്കപ്പലിന്റെ 3 ഇഴകളെ സൂചിപ്പിച്ചുകൊണ്ടാണ്. കാരണം സ്വഹാബത്തിന്റെ കാലഘട്ടത്തിൽ, മുത്തനബിയുടെ കാലഘട്ടത്തിലെ 100-ലേറെ സ്വഹാബിമാര് കേരളക്കരയിലേക്ക് ദീൻ നേരിട്ട് കൊണ്ടുവന്നതാ. അതല്ലേ കേരളത്തിന്റെ പ്രത്യേകത. പ്രത്യേകിച്ച് ആ ദൗത്യത്തിന്റെ മുന്നിൽ നിന്ന് ബഹുമാനപ്പെട്ട മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹുവിന്റെ നാട്ടിലാണ് നമ്മൾ ഈ പരിപാടി നടത്തുന്നത്, നമ്മുടെ സമ്മേളനം വരാനിരിക്കുന്നത്. അവർ ഈ പായക്കപ്പലിൽ കൊണ്ടുവന്ന 3 പ്രധാനപ്പെട്ട വഴി, അതാണ് 3 ഇഴകൾ നമ്മുടെ ലോഗോയിൽ സൂചിപ്പിക്കപ്പെടുന്നത്. ഒന്ന് സമസ്ത ഉയർത്തിപ്പിടിക്കുന്ന അറിവാണ്, മറ്റൊന്ന് ആദർശമാണ്, സുന്നത്ത് ജമാഅത്തിന്റെ ആദർശമാണ്, മറ്റൊന്ന് ആത്മീയതയാണ്. ഈ 3 വഴിയാണ് പായക്കപ്പലേറി ഈ കേരളക്കരയിലേക്ക് കൊണ്ടുവന്നത്. നമുക്കറിയാം, ശൈഖുനാ ശംസുൽ ഉലമയുടെ പാരമ്പര്യം യമനി പാരമ്പര്യമാണ്. യമനിൽ നിന്ന് വന്ന പണ്ഡിതന്മാർ, മഖ്ദൂമി പണ്ഡിതന്മാർ യമനിൽ നിന്ന് കടന്നു വന്നവരാണ്. ശംസുൽ ഉലമയുടെ ആ പരമ്പര യമനി പണ്ഡിത തറവാടാണ്. ശൈഖുനാ കണ്ണിയത്ത് ഉസ്താദിന്റെ പരമ്പരയും യമനിലൂടെയാണ് കടന്നു വന്നിട്ടുള്ളത്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബ പരമ്പരയിൽ യമനിലേക്ക് വന്ന ആ ഒരു പണ്ഡിത ശ്രേണിയിലാണ് കണ്ണിയത്ത് ഉസ്താദ് വരുന്നത്. തലയെടുപ്പുള്ള പ്രഗത്ഭരായ ആലിമീങ്ങൾ യമനിൽ നിന്ന് കടന്നു വന്നവർ. കേരളത്തിലെ തങ്ങന്മാർ 25-ലധികം അറിയപ്പെട്ട കബീലകളിലൂടെ, പാണക്കാട്ട് സയ്യിദുമാർ ശിഹാബുദ്ദീൻ കബീലയിലെ തങ്ങന്മാരാണ്. സയ്യിദുൽ ഉലമ ജിഫ്രി കബീലയിലെ നമ്മുടെ കോഴിക്കോട് ഖാദി ജമലുല്ലൈലി തങ്ങൾ, അങ്ങനെ ഓരോ കബീലയിലെ ഈ സദസ്സിലിരിക്കുന്ന ഒരുപാട് തങ്ങന്മാര്, ബുഖാരി സാദാത്തുക്കൾ, അതേപോലെ ഐദ്രൂസി സാദാത്തുക്കൾ, ഏറെക്കുറെ 25ഓളം കബീലകൾ. ഈ തങ്ങന്മാരിൽ മിക്കവാറും ആളുകൾ കടന്നു വന്നത് യമനിൽ നിന്നാണ്. യമനിൽ നിന്നാണ് കടന്നു വന്നത്. ബുഖാറയിൽ നിന്ന് കടന്നു വന്നവർ, ഇന്തോനേഷ്യയിൽ നിന്ന് കടന്നു വന്നവർ, ഈ മഹാന്മാരൊക്കെ പായക്കപ്പലേറിയിട്ടാണ് ഇങ്ങോട്ട് കടന്നു വന്നത്. പിന്നെ സൂഫികളായ ആളുകൾ, ഔലിയാക്കൾ. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് ഇപ്പോഴും ഭംഗിയായി നിലനിൽക്കുന്നത്. സൂഫി സരണികളിലെ വിശുദ്ധമായ വഴികൾ, കുത്തുബിയത്ത് ഓതുന്നവരാണ് നമ്മൾ, ഹദ്ദാദ് ചൊല്ലുന്നവരാണ്, മൗലിദ് ഓതുന്നവരാണ്. ദിക്റിന്റെ ഹൽഖകളും ആത്മീയമായ വഴികളും ഔലിയാക്കളോടുള്ള സ്നേഹവും, പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഉറൂസുകൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു ജില്ലയാണ് കാസർഗോഡ് ജില്ല. ഔലിയാക്കളോട് ഏറ്റവും ബഹുമാനം പാലിക്കുന്ന ഒരു നാട്ടുകാരാണ് കാസർഗോട്ടുകാര്. അപ്പോൾ ഈ ഒരു പാരമ്പര്യം, ഈ 3 വഴി, ഉലമാഇന്റെ പാരമ്പര്യം, അതേപോലെ ഔലിയാക്കളുടെ ആത്മീയതയുടെ പാരമ്പര്യം, അതോടൊപ്പം തന്നെ സാദാത്തുക്കളുടെ പാരമ്പര്യം, ഈ പാരമ്പര്യം അതേപോലെ സമ്മേളിപ്പിച്ചുകൊണ്ട് കാത്തു സൂക്ഷിക്കുന്നതിൽ നിർണായകമായ പങ്കാണ് ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമ വഹിച്ചത്. ആ ശംസുൽ ഉലമ എത്ര ഭംഗിയായിട്ടാണ് ഇവിടെ കാത്തു സൂക്ഷിച്ചത്. കേരളത്തിലെ എല്ലാ തങ്ങന്മാരെയും, സമസ്തയുടെ പാരമ്പര്യം അങ്ങനെയാണല്ലോ. സത്യത്തിൽ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ സമസ്തയുടെ പ്രസിഡന്റ് ആവേണ്ട ആളായിരുന്നു. ആ കാലഘട്ടത്തിലെ എല്ലാ ഉലമാക്കളും സംഘാടന മികവ് കൊണ്ട്, പ്രഭാഷണ ചാതുരി കൊണ്ട്, സുന്നത്ത് ജമാഅത്തിന്റെ ആദർശ പോരാട്ടം കൊണ്ട് എല്ലാ നിലയിലും ഏറ്റവും യോഗ്യൻ പാങ്ങുകാരനായിരുന്നു. പക്ഷേ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ പറഞ്ഞു, തങ്ങൾ പാപ്പ വരക്കര തങ്ങളോട് ചെന്ന് പറഞ്ഞു, അങ്ങാണ് പ്രസിഡന്റ് ആവേണ്ടത്. ഈ ഉമ്മത്തിന് ആവശ്യമായ ആത്മീയ നേതൃത്വമാണ്. അന്ന് മുതൽ ഇന്ന് വരെ സാദാത്തുക്കളെ മുന്നിൽ നിർത്തി പഠിപ്പിച്ച ഒരു പാരമ്പര്യം. ശൈഖുനാ ശംസുൽ ഉലമയുടെ ജീവിതം അങ്ങനെയായിരുന്നില്ലേ? പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളോട് ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമ കാണിച്ച ആ ബന്ധം, ബഹുമാനപ്പെട്ട ശൈഖുനയുടെ പ്രിയപ്പെട്ട പത്നി വഫാത്തായപ്പോ, മരണപ്പെട്ടപ്പോ മയ്യത്ത് നിസ്കരിക്കാൻ ഏറ്റവും യോഗ്യനല്ലേ ശംസുൽ ഉലമയല്ലേ? ലോക പണ്ഡിതനല്ലേ? അറബികൾ പോലും ആലിമുൽ ആലം എന്ന് വിശേഷിപ്പിച്ച ശംസുൽ ഉലമ ശിഹാബ് തങ്ങൾ വരണം എന്ന് പറഞ്ഞ് കാത്തുനിന്നു. അതേപോലെ ബഹുമാനപ്പെട്ട ഇ കെ അസം മുസ്ലിയാർ വഫാത്തായ സമയത്ത് മയ്യത്ത് നിസ്കരിക്കാൻ തങ്ങൾ വരട്ടെ എന്ന് പറഞ്ഞ് കാത്തിരുന്നു. തങ്ങന്മാരെ ബഹുമാനിച്ച് അവരെ മുന്നിൽ നിർത്തി പഠിപ്പിച്ച ഒരു പാരമ്പര്യം. ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ ജിഫ്രി മുഹമ്മദ് മുത്തുക്കോയ തങ്ങൾ ഉസ്താദ് അത് ഇപ്പോഴും അതേപോലെ നിലനിർത്തി കൊണ്ടുപോകുന്നു. സത്യത്തിൽ തങ്ങളാണ് ശംസുൽ ഉലമയേക്കാൾ വ്യത്യാസം സയ്യിദുൽ ഉലമക്കുണ്ട്. കാരണം സയ്യിദുൽ ഉലമ തങ്ങളാണ്, വളരെ പ്രധാനപ്പെട്ട കബീലയിലെ മഹാപണ്ഡിതനാണ്, എല്ലാ നിലയിലും യോഗ്യന. എന്നിട്ട് പോലും സയ്യിദുൽ ഉലമക്ക് ഒരു പെൺകുട്ടിയേ ഉള്ളൂ, ബാക്കിയൊക്കെ ആൺകുട്ടികളാ. ആ പെൺകുട്ടിയെ നിക്കാഹ് ചെയ്തു കൊടുക്കാൻ അന്ന് പാണക്കാട് സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങളെ നിക്കാഹിന് കാർമ്മികത്വം വഹിക്കാൻ സയ്യിദുൽ ഉലമ കൊണ്ടുവന്നു. അതിന് കാരണം എന്താണ്? സത്യത്തിൽ
പാണ്ഡിത്യം കൊണ്ടും അല്ലെങ്കിൽ തങ്ങള് എന്ന ആ പരിഗണനയൊക്കെ വെച്ച് നോക്കുമ്പോ അവരുടെ കുടുംബത്തിലെ വേറെയും പണ്ഡിതന്മാരുണ്ടല്ലോ, വേറെയും തങ്ങന്മാരുണ്ടല്ലോ. പക്ഷെ ആ ഒരു ബന്ധം ഇവിടെ നിലനിൽക്കണമെന്ന സന്ദേശം നൽകാൻ ഇന്നും ശംസുൽ ഉലമയുടെ ആരുമ ശിഷ്യനായ സയ്യിദുൽ ഉലമ ആ പാരമ്പര്യം നിലനിർത്തുന്നു. പിന്നെ ഇതിൽ ഇടയാളന്മാരായ ചില ആളുകൾ തെറ്റുദ്ധാരണ ജനിപ്പിക്കാനും വിള്ളലുണ്ടാക്കാനും വേണ്ടി കുതന്ത്രങ്ങൾ മെനഞ്ഞ് നമ്മെപ്പോലും തെറ്റുദ്ധാരണയിലേക്ക് കൊണ്ടുവരുന്നു എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളതിൽ വീണു പോകാൻ പാടില്ല. പ്രത്യേകിച്ച് ഉമറാക്കളായ ആളുകൾ, മഹല്ല് ഭാരവാഹികൾ, മദ്രസ ഭാരവാഹികൾ, കള്ളപ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നവർ, അത് സോഷ്യൽ മീഡിയ മാത്രമല്ല പൊതുമാധ്യമങ്ങൾ പോലും. കാരണം ഇന്നത്തെ ഒരു സൈക്കോളജി നമുക്ക് പലപ്പോഴും അറിയൂല.